വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഒന്നിനും തീരെ സമയമേ കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എപ്പോഴും ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ കഴിവുകൾ ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? എപ്പോ നോക്കിയാലും ഒരേ ബിസി എന്നാൽ തീരെ പ്രൊഡക്റ്റീവ് ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എല്ലാ ദിവസവും ഒരേ ഓട്ടത്തിലാണ് എന്നാൽ എവിടെ എത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെങ്കിലും ഉത്തരം യെസ് എന്നാണെങ്കിൽ അതിൽ നിന്നും കയറാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിക്കം ആൻ എസെൻഷ്യലിസ്റ്റ്. എസെൻഷ്യലിസ്റ്റോ? അതെന്താ സംഭവം? അതിപ്പോ എങ്ങനെ ആകാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ എസെൻഷ്യലിസം എന്നൊരു വണ്ടർഫുൾ ബുക്ക് വായിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എസെൻഷ്യലിസം എന്ന ബുക്കിന്റെ ഒരു സമ്മറി വീഡിയോ ആണ്. ഈ ബുക്കിലെ ഓരോ പാർട്ടിലും ഓഥർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്റെ വർക്കിൽ എന്നെ ഒരുപാട് സഹായിച്ച ഒരു ബുക്കാണിത്. നിങ്ങളുടെ ലൈഫിലും നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഈ ബുക്ക് സമ്മറി വീഡിയോ കാണുന്നതിനൊപ്പം ഈ ബുക്കും ഫുൾ ആയിട്ട് വായിക്കാനായിട്ട് നോക്കുക. ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എസെൻഷ്യലിസം ഒരു ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നതിന് പകരം എപ്പോഴൊക്കെയാണോ നമുക്കൊരു ഡെസിഷൻ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ ആണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. അത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്, അത് ചെയ്യുന്ന ആളാണ് എസെൻഷ്യലിസ്റ്റ്. എസെൻഷ്യലിസം എന്ന ഈ ബുക്കിൽ 4 പാർട്സ് ആണ് ഉള്ളത്. പാർട്ട് 1 എസെൻസ്, എന്തായിരിക്കണം ഒരു എസെൻഷ്യലിസ്റ്റിന്റെ മൈൻഡ് സെറ്റ് എന്നാണ് ഈ പാർട്ടിൽ പറയുന്നത്. പാർട്ട് 2 എക്സ്പ്ലോർ, ഒരുപാട് ട്രിവിയൽ അഥവാ നോൺ എസെൻഷ്യൽ ടാസ്കിനെ എങ്ങനെ വൈറ്റൽ അഥവാ എസെൻഷ്യൽ ടാസ്കിൽ നിന്നും വേർതിരിച്ചെടുക്കും എന്നതാണ് ഈ പാർട്ടിൽ പറയുന്നത്. പാർട്ട് 3 എലിമിനേറ്റ്, പാർട്ട് 2 നമ്മൾ വേർതിരിച്ചെടുത്ത ട്രിവിയൽ ആയിട്ടുള്ള ടാസ്കിനെ എങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും എന്നതാണ് ഈ പാർട്ടിലുള്ളത്. പാർട്ട് 4 എക്സിക്യൂട്ട്, നോൺ എസെൻഷ്യൽ ടാസ്കും എസെൻഷ്യൽ ടാസ്കും വേർതിരിച്ചിട്ട് അതിൽ നിന്നും നോൺ എസെൻഷ്യൽ ടാസ്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള വൈറ്റൽ ടാസ്കിനെ എങ്ങനെ അധികം എഫേർട്ട് ഒന്നും ഇല്ലാതെ ഒരു ഒഴുക്കിൽ അങ്ങ് ചെയ്തു പോകും എന്നതാണ് പാർട്ട് 4 പറയുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എസെൻഷ്യലിസം എന്നാൽ നോൺ എസെൻഷ്യൽ ടാസ്ക് ഒക്കെ ഒഴിവാക്കിയിട്ട് എസെൻഷ്യൽ ടാസ്ക് മാത്രം ചെയ്യുന്നതാണ്. ലൈഫിലെ ഓരോ സ്റ്റേജിലും നമുക്ക് ഇങ്ങനെ പണികൾ വന്നുകൊണ്ടേയിരിക്കും. പണി ഒതുങ്ങിയിട്ടാണെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല. ഈ വരുന്ന എല്ലാ പണികളും നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് നമ്മൾ എപ്പോഴും നമുക്ക് എന്ത് പണി കിട്ടിയാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് വലിച്ചു വാരിയിട്ട് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എത്ര പ്രോഗ്രസ് ആണ് ആകുന്നത്? അതിൽ നിങ്ങൾ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണോ? ബീയിങ് ബിസി ഡസന്റ് മീൻ യു ആർ പ്രൊഡക്റ്റീവ്. ചിലരൊക്കെ എപ്പോ നോക്കിയാലും ഞാൻ ഒരേ ബിസിയാണ്, എനിക്ക് സമയം തീരെ കിട്ടുന്നില്ല, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നെട്ടോട്ട് ഓടും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാര്യം ചിന്തിച്ചു നോക്കാം. നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കുള്ള എനർജി ഫുള്ള് യൂസ് ചെയ്ത് 10 കാര്യങ്ങൾ ചെയ്യുന്നതാണോ ഓർ അതേ സമയത്ത് നമ്മുടെ ഫുൾ എനർജി ഒരു മെയിൻ ടാസ്ക് ചെയ്യുന്നതാണോ കൂടുതൽ പ്രോഗ്രസ് ആവാനായിട്ട് പറ്റുന്നത്? ഈ ഒരു ചോദ്യമാണ് ഓഥർ എസെൻഷ്യലിസം എന്ന ബുക്കിലൂടെ നമ്മളെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എസെൻഷ്യൽ ടാസ്കിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് എപ്പോഴും നോൺ എസെൻഷ്യൽ ടാസ്കുകൾ ഒരുപാട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ റീസൺ, ടു മെനി ചോയ്സസ്. ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചോയ്സസിലൂടെ പോയി ഡെസിഷൻസ് എടുത്തിട്ട് ഡെസിഷൻ ഫെറ്റീഗ് കാരണം എടുക്കുന്ന ഡെസിഷൻസിന്റെ ക്വാളിറ്റി കുറയുന്നു. രണ്ടാമത്തെ റീസൺ, ടു മച്ച് സോഷ്യൽ പ്രഷർ. ചോയ്സസിന്റെ എണ്ണം കൂടിയതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ പ്രഷറും ഉണ്ട്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രഷറിന് പുറമെ നമുക്ക് നേരിട്ട് അറിയാത്ത ഒരുപാട് ആളുകളിൽ നിന്നും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് വരാൻ തുടങ്ങി. പണ്ടൊക്കെ നാട്ടു നടപ്പ് ഇതല്ലേ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ കാലത്ത് ഇതാണ് സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ലൈഫിലെ ഓരോ കാര്യങ്ങൾക്കും ഡെസിഷൻസ് എടുക്കുന്നത്. മൂന്നാമത്തെ റീസൺ ആണ് ദ ഐഡിയ ഓഫ് യു ക്യാൻ ഹാവ് ഇറ്റ് ഓൾ. ഇപ്പോഴൊക്കെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഇന്റർനെറ്റിൽ നോക്കിയാൽ 10-20 കാര്യങ്ങൾ ഒരേപോലെ അറിയാവുന്ന ആളെയാണ് കമ്പനികൾ അന്വേഷിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സ്റ്റാൻഡേർഡിൽ എഫിഷ്യന്റ് ആയിട്ട് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന മൈൻഡ് സെറ്റിലോട്ട് മാറിയതും നമ്മളെ പല തോണിയിൽ കാല് വെക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യർ എപ്പോഴും അവരുടെ വിലപ്പെട്ട സമയം മുഴുവൻ നോൺ എസെൻഷ്യൽ ടാസ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ വിലപ്പെട്ട സമയവും എനർജിയും ഫുള്ള് സ്പ്ലിറ്റ് ചെയ്ത് പല ജോലികൾക്ക് കൊടുക്കണോ ഓർ അത് ഫുൾ ആയിട്ട് ഒരു മെയിൻ ജോലിയിൽ കൊടുത്തിട്ട് നല്ല പ്രൊഡക്റ്റീവ് റിസൾട്ട് കിട്ടണോ? നിങ്ങളുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ഈ വീഡിയോ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. ഇനി എങ്ങനെ നമുക്ക് ഒരു എസെൻഷ്യലിസ്റ്റ് ആകാമെന്ന് നോക്കാം. പാർട്ട് 1 എസെൻസ്. വാട്ട് ഈസ് ദ കോർ മൈൻഡ് സെറ്റ് ഓഫ് ആൻ എസെൻഷ്യലിസ്റ്റ്? ഒരു എസെൻഷ്യലിസ്റ്റ് ആകണമെങ്കിൽ എസെൻഷ്യലിസ്റ്റ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനായിട്ട് തുടങ്ങണം. ഒരു നോൺ എസെൻഷ്യലിസ്റ്റ് ഐ ഹാവ് ടു ഡു ദിസ് എന്ന് ചിന്തിക്കുമ്പോൾ എസെൻഷ്യലിസ്റ്റ് ഐ ചൂസ് ടു ഡു ദിസ് എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ 2 ചിന്തകൾക്കുമുള്ള ഡിഫറൻസ് എന്താണെന്നാൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ചൂസ് ചെയ്ത തന്റെ പവറിനെയാണ്. നോൺ എസെൻഷ്യലിസ്റ്റ് എനിക്ക് എന്തായാലും ഈ ജോലി ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ ചൂസ് ചെയ്യാനുള്ള തന്റെ അവകാശത്തെയാണ് ഡീവാല്യൂ ചെയ്യുന്നത്. അതേസമയം എസെൻഷ്യലിസ്റ്റ് ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്റെ തീരുമാനം എടുക്കാനുള്ള പവർ, ഡിറ്റർമിനേഷൻ ഇതൊക്കെയാണ് ഹൈലൈറ്റ് ആവുന്നത്. അടുത്തൊരു നോൺ എസെൻഷ്യലിസ്റ്റ് മൈൻഡ് സെറ്റ് ആണ് വരുന്ന എല്ലാ ജോലികളും ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കുന്നത്. നേരെ മറിച്ച് എസെൻഷ്യലിസ്റ്റ് ഓൺലി എ ഫ്യൂ തിങ്സ് റിയലി മാറ്റർ എന്നാണ് ചിന്തിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത അടുത്തൊരു നോൺ എസെൻഷ്യലിസ്റ്റ് ചിന്താഗതിയാണ് ഹൗ ക്യാൻ ഐ ഫിറ്റ് ഇൻ ഓൾ എന്ന് ആലോചിക്കുന്നത്. എസെൻഷ്യലിസ്റ്റ് ആണെങ്കിൽ വാട്ട് ആർ ദ ട്രേഡ് ഓഫ് ഫോർ ദിസ് എന്നാണ് ചിന്തിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം അവൈലബിൾ ആയിട്ടുള്ള സമയം ലിമിറ്റഡ്
ലിമിറ്റഡ് ആണ്. ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ ടാസ്കും കൂടി ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു കാര്യം നോൺ എസെൻഷ്യലിസ്റ്റ് അത്ര കാര്യമാക്കാതെ എനിക്ക് ഇതെല്ലാം ചെയ്തു തീർക്കാനുണ്ട്, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് ഓൾ എന്നാണ് ആലോചിക്കുന്നത്. അതേസമയം എസെൻഷ്യലിസ്റ്റ് ആണെങ്കിലും എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുള്ളൂ, ആ സമയം കൊണ്ട് എനിക്ക് ഈ എല്ലാ ടാസ്കും ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല. ഒരു ടാസ്ക് ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ട്രേഡ് ഓഫ്സ് എന്താണ്, അതായത് ആ ടാസ്ക് ചെയ്യുമ്പോൾ പകരം ഏത് ടാസ്ക് ആണ് മിസ് ആവുന്നത്, അത് മിസ് ചെയ്യുന്നതോ ഡിലേ ആവുന്നതോ ഓക്കെ ആണോ, ഇതെല്ലാമാണ് എസെൻഷ്യലിസ്റ്റ് ചിന്തിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് എസെൻഷ്യലിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. ഇനി പാർട്ട് 2 എക്സ്പ്ലോർ. ഹൗ ക്യാൻ വി ഡിസേൺ ദ ട്രിവിയൽ മെനി ഫ്രം ദ വൈറ്റൽ ഫ്യൂ. എസെൻഷ്യലിസ്റ്റ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ട്രിവിയൽ ടാസ്കിൽ നിന്നും എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റൽ ടാസ്കിനെ വേർതിരിച്ചെടുക്കണം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ടാസ്ക് ചെയ്യാനുള്ളപ്പോൾ നോൺ എസെൻഷ്യലിസ്റ്റ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ അപ്പൊ തന്നെ ചാടിക്കയറി ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം എസെൻഷ്യലിസ്റ്റ് ആണെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനുള്ളപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവൈലബിൾ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ലൊരു എഫിഷ്യന്റ് രീതി സെലക്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം വേണം. നല്ല ചിന്തകൾ വേണമെങ്കിൽ മൈൻഡ് റിലാക്സ് ആവാനായിട്ട് പ്ലേഫുൾ ആവണം, നല്ല ഉറക്കം വേണം. പക്ഷേ നമ്മുടെ പൊതുവായ ഒരു രീതി എന്താണെന്നാൽ റിലാക്സിങ് ആക്ടിവിറ്റീസിനോ ഉറക്കത്തിനോ ഒന്നും സമയം കളയാതെ ഫുൾ ഇരുന്ന് പണിയെടുത്തോണ്ടേ ഇരിക്കണം, എന്നാലേ പ്രൊഡക്റ്റീവ് ആവുള്ളൂ. അതാണ് നോൺ എസെൻഷ്യലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ടു എക്സ്പ്ലോർ ലൈക്ക് ആൻ എസെൻഷ്യലിസ്റ്റ് ചിന്തിക്കാനും പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാനും നല്ലൊരു ക്ലാരിറ്റി കിട്ടാനും എല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. യാതൊരുവിധ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ സ്പേസിൽ ഇരുന്ന് മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ചിന്തിക്കാൻ മാത്രമായിട്ട് കുറച്ച് സമയം കരുതുക. അതുപോലെ ധാരാളം ബുക്സും വായിക്കുക. അതിന് ഈ ബുക്കിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ബിൽ ഗേറ്റ്സിന്റെ തിങ്ക് വീക്ക്. അദ്ദേഹം റെഗുലർ ആയിട്ട് തന്റെ ജോലികളിൽ നിന്നും വീക്ക് ഓഫ് എടുത്തിട്ട് ചിന്തിക്കാനും ബുക്ക് വായിക്കാനുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സമയം കൊടുക്കുമ്പോൾ പല പുതിയ ഐഡിയാസ് പൊട്ടിമുളയ്ക്കാനും തുടങ്ങും. അതുപോലെ പഴയ ഐഡിയാസിനെ വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കാനായിട്ടും പറ്റും. ഇതിനെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്ലേ. ഇടയ്ക്കൊക്കെ പലതരം കളികളിൽ ഏർപ്പെടുക. പുതിയ ഓരോ പോസിബിലിറ്റീസ് കണ്ടെത്താനും മൈൻഡ് ക്ലിയർ ആക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഈ ലോകത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ പക്കലുള്ള നല്ലൊരു അസറ്റ് ആണ് അവർ സെൽസ്. അതുകൊണ്ട് നല്ലൊരു ഫ്യൂവൽ നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള ഒരു ഫ്യൂവൽ ആണ് ഉറക്കം. നോൺ എസെൻഷ്യലിസ്റ്റ് ഉറക്കം ഒഴിച്ച് പണിയെടുത്താലേ പ്രൊഡക്റ്റീവ് ആവുള്ളൂ, ജോലി ചെയ്യാനായിട്ട് മടിയുള്ളവരാണ് ഉറങ്ങുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എസെൻഷ്യലിസ്റ്റ് സ്ലീപ്പ് ഒരു പ്രയോറിറ്റി ആണ്. നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാനും ഹൈ പ്രൊഡക്ടിവിറ്റിക്കും പ്രോപ്പർ സ്ലീപ്പ് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി പാർട്ട് 3 എലിമിനേറ്റ്. ഹൗ ക്യാൻ വി കട്ട് ഔട്ട് ദ ട്രിവിയൽ മെനി. പാർട്ട് 2 തിരിച്ചറിഞ്ഞ് ട്രിവിയൽ ടാസ്കിനൊക്കെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നതാണ് ഈ പാർട്ടിൽ പറയുന്നത്. നമ്മുടെ പ്ലേറ്റിലോട്ട് ആരെങ്കിലും ഇട്ടു തന്നത് നമ്മൾ തന്നെ ചെയ്യാമെന്ന് വാങ്ങി വെച്ച കുറെ ജോലികളും ഉണ്ടാവും ഈ ട്രിവിയൽ ലിസ്റ്റിൽ. അത് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് നോൺ എസെൻഷ്യലിസ്റ്റ് ആ ബുദ്ധിമുട്ട് തനിക്ക് അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞ് എല്ലാ ജോലികളും ചെയ്യുന്നത്. എസെൻഷ്യലിസ്റ്റ് ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് തന്റെ ഗോൾസ്, മിഷന് ഇതിലൊക്കെ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് ജോലി വന്നാലും ആ ടാസ്ക് തന്റെ ഗോളുമായിട്ട് അലൈൻഡ് ആണോ എന്നൊക്കെ വേഗം തന്നെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ ട്രിവിയൽ ടാസ്കിനോടൊക്കെ നോ പറയുന്നത് ഈസി ആവും. നോ ഗ്രേസ്ഫുൾ ആയിട്ട് പറയാനും ശീലിക്കുക. എങ്ങനെ ഇപ്പൊ എന്റെ ബോസിന്റെ അടുത്ത് നോ പറയാ എന്ന് വിചാരിച്ചിരുന്നാൽ അത് ഗുണത്തിനേക്കാളും ദോഷമേ ചെയ്യുള്ളൂ. നോ പറയാൻ മടിച്ചിട്ട് വേഗമായിട്ട് റിപ്ലൈ കൊടുക്കുന്നതും എല്ലാ ടാസ്കിന് എസ് പറയുന്നതുമെല്ലാം നോൺ എസെൻഷ്യലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എസെൻഷ്യലിസ്റ്റ് എപ്പോഴും മെയിൻ ടാസ്കിന് മാത്രമേ എസ് പറയുള്ളൂ, അല്ലാത്തതൊക്കെ ക്ലിയർ ആയിട്ടും ഗ്രേസ്ഫുൾ ആയിട്ടും നോ പറയും. എലിമിനേഷൻ പാർട്ടിൽ അടുത്തതായി പറയുന്ന ഒരു കാര്യമാണ് വിൻ ബിഗ് ബൈ കട്ടിംഗ് ലോസസ്. സേ സപ്പോസ് നമ്മൾ ഒരു സംരംഭം തുടങ്ങി, ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയതാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല, അതൊരു ഒട്ടർ ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എസെൻഷ്യലിസ്റ്റ് തന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയും. എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് അടുത്ത കാര്യത്തിനായിട്ട് പ്ലാൻ ചെയ്യും. നേരെ മറിച്ച് നോൺ എസെൻഷ്യലിസ്റ്റ് ഇതിപ്പോ എങ്ങനെ പാതി വഴിക്ക് ഉപേക്ഷിക്കുക, ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് ശരിയാക്കും എന്ന് പറഞ്ഞ് മുങ്ങുന്ന കപ്പലിൽ തന്നെ പണിതുകൊണ്ടേയിരിക്കും. അവർക്ക് മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എസെൻഷ്യലിസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സെറ്റിംഗ് ബൗണ്ടറീസ്. നേരിട്ട് നോ പറയാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആവും. ആ ബൗണ്ടറീസ് എന്ത് വേണമെങ്കിലും ആവാം. വർക്ക് ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ് ആവാം, ഓർ വിത്തിൻ ടീം ആവാം, ഔട്ട്സൈഡ് ടീം, ഓർ വിത്തിൻ ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ആവാം. എന്താണെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ്ലെസ് ഫ്രീഡം കിട്ടുമെന്നാണ് എസെൻഷ്യലിസ്റ്റ് ചിന്തിക്കുന്നത്. പാർട്ട് 4 എക്സിക്യൂട്ട്. ഹൗ ക്യാൻ വി മേക്ക് ഡൂയിങ് ദ വൈറ്റൽ ഫ്യൂ തിങ്സ് ഓൾമോസ്റ്റ് എഫേർട്ട്ലെസ്. അങ്ങനെ നമ്മൾ പാർട്ട് 4 ട്രിവിയൽ ടാസ്ക് ഒക്കെ ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ള വൈറ്റൽ ടാസ്കിനെ അധികം എഫേർട്ട് ഒന്നും ഇല്ലാതെ ഒരു ഒഴുക്കിൽ എങ്ങനെയാണ് എസെൻഷ്യലിസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ പാർട്ടിൽ പറയുന്നത്. നോൺ എസെൻഷ്യലിസ്റ്റ് ഒരു ജോലി വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം എസെൻഷ്യലിസ്റ്റ് നോൺ എസെൻഷ്യൽ ടാസ്ക് ഒക്കെ ഒഴിവാക്കിയിട്ട് സേവ് ചെയ്ത സമയം ഉപയോഗിച്ച് നല്ലൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കും. ഏത് കാര്യവും ഈസി ആയിരിക്കണം എന്ന് വിചാരിക്കുന്നതാണ് ഹ്യൂമൻ നേച്ചർ. അങ്ങനെ ഈസി ആക്കാനായിട്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് എല്ലാം റൂട്ടീൻസിലാക്കിയാൽ എഫേർട്ട്ലെസ് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് എസെൻഷ്യലിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതൊരു ടാസ്കിന്റെയും വേർസ്റ്റ് കേസ്
കേസ് കരുതിയിട്ട് പ്ലാൻ ചെയ്ത് ബഫർ ടൈം ഒക്കെ ഇടുന്നത്. ദേ വിൽ ബി പ്രിപ്പയർഡ് ഫോർ എനി അൺഎക്സ്പെക്ടഡ് തിങ്സ്. ബട്ട് നോൺ എസെൻഷ്യലിസ്റ്റ് ആണെങ്കിലും എപ്പോഴും ബെസ്റ്റ് കേസ് മാത്രമേ ചിന്തിക്കുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് സർപ്രൈസസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നു. എസെൻഷ്യലിസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് സബ്ട്രാക്ഷൻ. തങ്ങളുടെ പ്രോഗ്രസിനെ അഫക്ട് ചെയ്യുന്ന ഏതൊരു ഒബ്സ്റ്റക്കിളിനെയും ഐഡന്റിഫൈ ചെയ്ത് അവർ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നോൺ എസെൻഷ്യലിസ്റ്റ് അതൊന്നും മൈൻഡ് ആക്കാതെ ടെമ്പററി ക്വിക്ക് ഫിക്സസിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രോഗ്രസും സ്മോൾ വിൻസും എല്ലാം എസെൻഷ്യലിസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. റിസർച്ചിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, മനുഷ്യന് മോട്ടിവേഷൻ തരുന്ന കാര്യമാണ് പ്രോഗ്രസും വിന്നും എല്ലാം. എസെൻഷ്യലിസ്റ്റ് വിൽ സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ഗെറ്റ് ബിഗ് റിസൾട്ട്സ്. അവർ ചെറിയൊരു പ്രോഗ്രസ് പോലും സെലിബ്രേറ്റ് ചെയ്യും. നോൺ എസെൻഷ്യലിസ്റ്റ് തുടങ്ങുന്നതേ ഒരു വലിയ ഗോൾ സെറ്റ് ചെയ്തിട്ടാവും. അപ്പൊ കാര്യമായിട്ട് പ്രോഗ്രസ് ഒന്നും ആവുന്നില്ല എന്ന് കാണുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആകുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് എഫേർട്ട്ലെസ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് എസെൻഷ്യലിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് സെറ്റിംഗ് റൂട്ടീൻസ്. സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്കും ആക്ടിവിറ്റിയും ഒക്കെ നമ്മുടെ റൂട്ടീൻ പോലെ ആകുന്നു. അപ്പോൾ ഒരുപാട് ചിന്തിക്കാതെ ഒരു ഒഴുക്കിൽ അങ്ങ് ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എസെൻഷ്യലിസം എന്ന ബുക്കിന്റെ ഒരു സമ്മറി. ലോങ് വീഡിയോ ആണ്, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തതെല്ലാം ആ ബുക്കിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട് ഈ ബുക്കിൽ, അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഈ ബുക്ക് വായിക്കുക, നല്ല യൂസ്ഫുൾ ആവും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.